രണ്ടാമത്തെ കാര്യം ആഭിചാരം, അതുപോലെ ദൃഷ്ടിദോഷം വരാം. ഇനി ആദ്യത്തെ കാര്യമുണ്ട്, നമ്മുടെ റിലേഷൻഷിപ്പ് എല്ലാം 99% കാർമിക്സ് ആണ്. അതെങ്ങനെ? നമ്മളെ സ്നേഹിക്കണം. നമ്മൾ സ്വയം സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ മാറും. റിലേഷൻഷിപ്പ് കുറേ ഹീലാവും. നമ്മളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് സെൽഫിഷ് ആവുക എന്നുള്ളതല്ല. വലിയൊരു ബ്രേക്കപ്പിലേക്ക് പോകുന്ന പ്രണയങ്ങളില്ലേ, അതിലൂടെ ആൾ ഡിപ്രഷനിലേക്ക് പോവുക, അല്ലെങ്കിൽ സൂയിസൈഡിലേക്ക് പോവുക. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? കാരണം പക്ഷെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് അത് കണ്ടെത്തുന്നത്? നമുക്ക് റേക്കിയിലൂടെ കണ്ടെത്താൻ പറ്റും. റേക്കിയിൽ ഓറ സ്കാനിങ് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്. ഓറ സ്കാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? പലപ്പോഴും നമുക്ക് സ്കാനിങ് മെഷീനുകളൊക്കെ ഉണ്ട്. എന്നോട് അങ്ങനെ ചോദിച്ച ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത്. എൻ്റെ ചില ക്ലയൻസ്, മാഡം ഞാൻ അങ്ങോട്ട് വരണോ സ്കാൻ ചെയ്യാൻ, ഹോസ്പിറ്റലിൽ നിന്ന് സ്കാൻ ചെയ്യണം എന്നൊക്കെ. അങ്ങനെയല്ല, നമ്മൾ എനർജി വെച്ചിട്ടാണ് സ്കാൻ ചെയ്യുന്നത്. അതൊരു ടെക്നിക്കാണ്. നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ അവരുടെ ഓറയിൽ, ഇതും ഡിസ്റ്റൻസ് ആയിട്ട് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. പലരും എൻ്റെ അടുത്ത് ചോദിക്കും, ഡിസ്റ്റൻസ് ആയിട്ട് ഓറ സ്കാനിങ് ചെയ്താൽ അത് പോസിബിൾ ആണോ, റീഡിങ് കിട്ടുമോ എന്നൊക്കെ. എൻ്റെ 99% സ്കാനിങ്ങും ഡിസ്റ്റൻസാണ്. ഞാൻ സ്കാനിങ് പഠിക്കുമ്പോൾ, അതായത് സെക്കൻഡ് ലെവലാണ് നമുക്ക് സ്കാനിങ് ചെയ്യുന്നത്. അന്ന് എൻ്റെ ഗുരുവിനെയാണ് ഞാൻ ആദ്യമായിട്ട് സ്കാൻ ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അതങ്ങാനേ ഉണ്ടാവുള്ളൂ എൻ്റെ ഡയറക്റ്റ് സ്കാനിങ്. ബാക്കിയെല്ലാം ഡിസ്റ്റൻസാണ്. അതും ഏതൊക്കെയോ രാജ്യങ്ങളിലുള്ള ഒരു പരിചയമില്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ സ്കാൻ ചെയ്യുക. ഈ സ്കാൻ ചെയ്യുന്ന സമയത്ത് അവരുടെ ഓറയിൽ എത്ര ഡേർട്സ് ഉണ്ട് നമുക്ക് കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലേക്ക് അതിങ്ങനെ തടയും. ഇപ്പോൾ ഒരു നിരന്ന് കിടക്കുന്ന സ്ഥലത്ത് ഒരു മുഴയുണ്ടെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ പോവില്ലേ, അതേപോലെ തന്നെ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്സ്ട്രാ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും. ഓൺ ദ സ്പോട്ടിന് നമ്മളതെടുത്ത് ക്ലെൻസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുള്ള ടെക്നിക്സും സിമ്പിൾസും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുമ്പോഴാണ് ഇതൊക്കെ അതിലാണ് വരുന്നത്. സെക്കൻഡ് ലെവൽ ആക്ച്വലി 5 ലെവൽസ് ആണുള്ളത്, 5 ലെവൽസ് ആണുള്ളത്. ഒന്ന് ബേസിക് ലെവല്. ആ ബേസിക് ലെവലിൽ തന്നെ നമുക്ക് വേറൊരാളെ ഹീൽ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, റേക്കിയാണ് ചെയ്യുന്നത്, നമ്മളല്ല. അപ്പം അതവിടെ വർക്കാവും. അതും ഡിസ്റ്റൻസ് പോസിബിൾ ആണ്. ഫസ്റ്റ് ലെവലിൽ തന്നെ നമുക്ക് ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്യാം. ഈവൻ ഫസ്റ്റ് ലെവൽ എടുത്തിട്ട് ഗ്രൂപ്പ് ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ കോൺഫിഡൻ്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി, ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് ലെവലിലാണ് നമുക്ക് ഈ ഓറ സ്കാനിങ് വരുന്നത്. 21 സിമ്പിൾസ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സെക്കൻഡ് ലെവലിലാണ് വരുന്നത്. ദെൻ തേർഡ് ലെവലിൽ എത്തുമ്പോഴാണ് സൈക്കിക് സർജറി വരുന്നത്. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബ്ലാക്ക് മാജിക് പോലുള്ളതൊക്കെ നമുക്ക് തേർഡ് ലെവലിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ദെൻ നിങ്ങൾ ഫോർത്ത് ലെവൽ എടുത്താൽ മാസ്റ്റർ ടീച്ചറായി. മാസ്റ്റർ ടീച്ചറാകുമ്പോൾ നമുക്ക് വേറൊരാൾക്ക് ദീക്ഷ കൊടുക്കാൻ പറ്റും. അതിനോടൊപ്പം നമ്മുടെ വേർഡ് എനർജി ഹയർ ആയിരിക്കും, നമ്മുടെ തോട്ട് എനർജി ഹയർ ആയിരിക്കും, നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവർ ഹയർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റ്യൂഷൻസ് ഒക്കെ കറക്റ്റായിരിക്കും. നമുക്കൊരാളെ നമ്മളെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇന്നയാൾ നമ്മളെ കാണാൻ വരുന്നുണ്ട്. എൻ്റെ കേസിൽ എനിക്ക് ആരൊക്കെ വിളിക്കും, എത്ര ഹീലിംഗ് ഇന്ന് വരും, ഇതൊക്കെ നമുക്ക് കിട്ടും. ആ ഒരു ലെവലിലേക്ക് നമ്മളെത്തും ഫോർത്ത് ലെവലിൽ എത്തുമ്പോൾ. ദെൻ ലാസ്റ്റാണ് ഗ്രാൻഡ് മാസ്റ്റർ ലെവൽ എന്ന് പറയുന്നത്. ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലാകുമ്പോൾ നമുക്ക് സിമ്പിൾസ് സ്വയം ഇൻവോക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഇത്രയും ഹയർ ആയിട്ടുള്ള ലെവലാണ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലേക്ക് പോകാൻ നമുക്കൊരു ഗുരുവിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. അതായത് നമ്മൾ മാസ്റ്റർ റേക്കി ടീച്ചറായി കഴിഞ്ഞാലും ദീക്ഷ എടുക്കണം. ദീക്ഷ മസ്റ്റാണ്. റേക്കി ദീക്ഷ എടുത്താൽ മാത്രമേ നമ്മൾ റേക്കിയുടെ ചാനൽ ആവുന്നുള്ളൂ. അത് ഒരു ഡിവൈൻ. അങ്ങനെയല്ല ചോദിച്ചത്. ഇപ്പോൾ ഒരാൾ റേക്കി എല്ലാം പഠിച്ചു അല്ലെങ്കിൽ മാസ്റ്റർ റേക്കി ടീച്ചറായി, അയാൾക്ക് സ്വയമായിട്ടൊരു ഗ്രാൻഡ് മാസ്റ്റർ ആകാൻ കഴിയില്ല. അത് അതിൽ ഉയർന്ന പദവിയല്ലേ. അപ്പോൾ ആ ഉയർന്ന പദവിയുള്ള ആൾ വേണം നമ്മളെ ഉയർത്താൻ. റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളുടെ പ്രധാന പ്രശ്നം റിലേഷൻഷിപ്പാണ്. ഒന്ന് പണമായിരിക്കും, അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. ചിലപ്പോൾ റിലേഷൻഷിപ്പ് കൊണ്ടായിരിക്കാം ബാക്കി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഈ റിലേഷൻഷിപ്പിൻ്റെ കോർ അന്വേഷിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ പലപ്പോഴും, അതായത് ഇപ്പം ജ്യോത്സ്യന്മാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ഒക്കെ പറയുന്നത് കുടുംബ പ്രശ്നമാകാം, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ണുദോഷമാകാം, ആഭിചാരങ്ങളാകാം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഈഗോ പ്രശ്നങ്ങളാകാം. ചിലപ്പോൾ അതിനെ തന്നെ മറ്റു രീതിയിലേക്കൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഈ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾക്ക് എങ്ങനെ നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ പറ്റും? ആക്ച്വലി ഇതെല്ലാം കണക്റ്റഡ് ആണ്, അങ്ങനെ വേണം പറയാൻ. കാരണം ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പോൾ രാഹുൽ പറഞ്ഞതുപോലെ മൂന്നാമതൊരാളുടെ ഇടപെടൽ കൊണ്ട് വരാം, എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ്. രണ്ടാമത്തെ കാര്യം ആഭിചാരം, അതുപോലെ ദൃഷ്ടിദോഷം വരാം.
ഇനി ആദ്യത്തെ കാര്യമുണ്ട്, എന്തുകൊണ്ട് ഇവർ തമ്മിലെ റിലേഷൻ ഇങ്ങനെയായി. നമ്മുടെ റിലേഷൻഷിപ്പ് എല്ലാം 99% കാർമിക്സ് ആണ്. അതെങ്ങനെ ആണ്, അതും കൂടെ പറഞ്ഞുതരാം. അതായത് റിലേഷൻഷിപ്പിനെ തന്നെ നമുക്ക് കേട്ടിട്ടുണ്ടാവും, സോൾമേറ്റ്സ്, ട്വിൻ ഫ്ലെയിംസ്, കാർമിക്. ഇത് രണ്ടും മാറ്റി നിർത്താം. നമുക്ക് സോൾമേറ്റിനെയും ട്വിൻ ഫ്ലെയിംസിനെയും മാറ്റി നിർത്തിയിട്ട് കാർമിക് എടുക്കാം. ആക്ച്വലി എന്തിനാണ് നമുക്ക് കാർമിക് റിലേഷൻഷിപ്സ് വരുന്നത്? എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ സോളിന് എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കാർമിക്സ് നമ്മുടെ ലൈഫിൽ വരണം. നമ്മുടെ പാരൻസ്, നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ മക്കൾ, നമ്മുടെ പാർട്ട്ണർ, ഇതെല്ലാം ഒരു 99% കാർമിക്സ് ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക രാഹുൽ, എൻ്റെ അച്ഛൻ്റെ, ചേട്ടൻ്റെ, മോൻ്റെ, ഭാര്യേൻ്റെ എന്നൊക്കെ പറഞ്ഞു വരുന്ന റിലേഷനിൽ എന്തെങ്കിലും പ്രശ്നം നമുക്ക് വന്നാൽ അതാണോ ബാധിക്കുക, അതോ നമ്മുടെ സ്വന്തം ചേട്ടനോ ചേച്ചിയോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ നമ്മുടെ പാർട്ട്ണറോ നമ്മുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്നതാണോ നമുക്ക് ബാധിക്കുക? ഏറ്റവും അടുത്ത ആളുകൾ തന്നെ. അപ്പോൾ അവരായിരിക്കണം കാർമിക്സ്. എന്തുകൊണ്ടാണ് കാർമിക്സ് എന്നാൽ അത്രയും അടുത്ത റിലേഷൻഷിപ്പിലൂടെ വന്നാലേ നമുക്ക് തട്ടുള്ളൂ. നമുക്ക് തട്ടിയാൽ നമുക്കൊരു ലെസൺ അവിടെ കിട്ടുകയാണ്. നമുക്ക് കിട്ടുന്ന ഓരോ ട്രിഗേഴ്സും ഓരോ ലെസണാണ്. നമ്മുടെ വേദനയാണോ ആത്മാവിൻ്റെ പഠനം? തീർച്ചയായിട്ടും. സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും കഠിനമായൊരു ജേണിയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം ഞാൻ പറയാം. മറ്റൊരാൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ അത് അവരുടെ കർമ്മദോഷമാണ്, അത് അവർ അനുഭവിച്ചേ തീരത്തുള്ളൂ. പക്ഷെ നമ്മൾക്കാണ് ആ ഒരു ഇത് വരുന്നതെങ്കിൽ അത് നമ്മൾ മോക്ഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള അല്ല, നമ്മളും കർമ്മ ക്ലിയർ ചെയ്യാണല്ലോ. നമ്മളും കർമ്മ ക്ലിയർ ചെയ്യാൻ, എല്ലാവരും മോക്ഷത്തിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ ഞാൻ മാത്രമാണ് പോകുന്നല്ലേ, സ്പിരിച്വാലിറ്റിയുള്ള ആളുകൾ മാത്രമാണ് അല്ല. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പം എനിക്കാണ് ആ പ്രശ്നങ്ങൾ, ഞാൻ ഇതിലൂടെ എൻ്റെ കർമ്മ ക്ലിയർ ചെയ്ത് ഞാൻ മോക്ഷത്തിൽ. അതിനുള്ള കാര്യം എന്താണെന്നറിയോ രാഹുൽ, നമുക്കതിനെപ്പറ്റി അറിയാം, അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ, സ്പിരിച്വാലിറ്റിയിലുള്ള ഒരാൾക്കറിയാം ഞാൻ എൻ്റെ കർമ്മ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മറ്റേ അത് അറിയില്ല, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ചില റിലേഷൻഷിപ്സിൽ ഇപ്പം ഒരുപാട് റിലേഷൻഷിപ്പ് ഹീലിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചില കേസുകൾ കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറയും, നിങ്ങൾ ചെയ്യണ്ട, ഹീലിംഗ് ചെയ്യണ്ട എന്ന് പറയും. കാരണം സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇമോഷണലി അഡിക്റ്റഡ് ആണ്. ഭർത്താവ് മദ്യപിച്ച് വന്ന് ചവിട്ടും കുത്തും തെറിയഭിഷേകവും എന്ന് വേണ്ട എല്ലാ ബുദ്ധിമുട്ടും ഈ സ്ത്രീ സഹിക്കുന്നുണ്ടാവും. പക്ഷെ ചേട്ടനില്ലാതെ എനിക്ക് പറ്റില്ല. കാരണം ചേട്ടനോട് അത്രയും ഇമോഷണലി അഡിക്റ്റഡ് ആണ്. ഇവർ ചിന്തിക്കുന്ന കാര്യം അപ്പോഴും എന്താണെന്നറിയോ, ഞാൻ പോയാൽ ചേട്ടൻ എങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോകും. ബിക്കോസ് അത്രയും കണക്റ്റഡ് ആണ് കാർമിക്സ്. മനസ്സിലായോ? ഇവരിങ്ങനെ ട്രിഗേഴ്സ് തരുന്നുണ്ട്, പക്ഷേ ഇവർ റിയലൈസ് ചെയ്യുന്നില്ല. അതിൻ്റെ വേറൊരു വേർഷൻ എന്താ വെച്ചാൽ, ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് സെൽഫ് ലവ് കുറവായിരിക്കും. ഈ സെൽഫ് ലവ്, നമ്മുടെ റിലേഷൻഷിപ്പ്, ഇതെല്ലാം ഒരുമിച്ച് കണക്റ്റഡ് ആണ് നമ്മുടെ ഹാർട്ട് ചക്രയിൽ. സോ ഹാർട്ട് ചക്രയിൽ എനർജി ഇൻബാലൻസ്ഡ് ആയതുകൊണ്ടാണ് നമുക്ക് സെൽഫ് ലവ് ഇല്ലാത്തത്. നമ്മൾ ഈ യൂണിവേഴ്സിൻ്റെ ഭാഗമാണല്ലോ, സംശയമില്ല. നമ്മൾ ഈ യൂണിവേഴ്സിൻ്റെ ഭാഗം ആയതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചെന്ത് കൊടുക്കുന്നു അതാണ് നമുക്ക് കിട്ടുക. നമ്മൾ നമുക്കെന്ത് കൊടുക്കുന്നു അതും കൂടെ കിട്ടും. അത് പലർക്കും അറിയില്ല. ഞാൻ എന്നെ സ്നേഹിക്കണം, അപ്പോഴേ എൻ്റെ ചുറ്റിലുള്ള എൻ്റെ ഭർത്താവും എൻ്റെ കുട്ടികളും എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും സഹോദരിയും എന്നെ സ്നേഹിക്കുള്ളൂ. അപ്പം നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് നമ്മൾ സ്വയം സ്നേഹിക്കാത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മളെ സ്നേഹിക്കണം. നമ്മൾ സ്വയം സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ മാറും, റിലേഷൻഷിപ്പ് കുറേ ഹീലാവും. നമ്മളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് സെൽഫിഷ് ആവുക എന്നുള്ളതല്ല. അത് പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ്. ഞാൻ എൻ്റെ കാര്യം, സ്വന്തം കാര്യം സിന്ദാബാദ് അല്ല ഞാൻ പറയുന്നത്. അതായത് സെൽഫ് ലവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് സമയം കണ്ടെത്തണം. ഒന്നാമത്തെ കാര്യം, ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ചേട്ടന് ഇഷ്ടമുള്ള ഭക്ഷണം, ചേട്ടന് ഇഷ്ടമുള്ള ഡ്രസ്സ്, ചേട്ടന് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈല്, ചേട്ടന് ഇഷ്ടമുള്ള സിനിമ. അപ്പം നമുക്കൊന്നുമില്ലേ? നമുക്കിഷ്ടങ്ങൾ, നമ്മുടെ സോൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇഷ്ടമുള്ള യാത്രകളുണ്ട്, ഇഷ്ടമുള്ള ഭക്ഷണങ്ങളുണ്ട്, ഇഷ്ടമുള്ള ജോലിയുണ്ട്, ഇഷ്ടമുള്ള വേഷമുണ്ട്. ഇങ്ങനെ നമുക്കിഷ്ടമുള്ള ഒരുപാട് കഴിവുകളുണ്ടാവും. ഇപ്പം പല സ്ത്രീകളും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പൂട്ടിക്കെട്ടി വെക്കുന്ന അവസ്ഥയാണ്. ചില പുരുഷന്മാർക്ക് ഈ ഗതികേട് വരുന്നുണ്ട് കേട്ടോ, അതും കൂടെ എടുത്ത് പറയണം. ഭാര്യമാർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പാടാൻ പോകാറില്ല, ഭാര്യമാർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകാറില്ല, ഇല്ലേ? നമുക്ക് കേൾക്കാൻ പറ്റാം. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവർ കാർമിക്സ് ആണ്. കാർമിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കും.
അപ്പോൾ ഇത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗർ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മളൊരു ലെസൺ പഠിക്കാനാണ്. ഈ കാർമിക്സ് എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? നീ നിന്നെ സ്നേഹിക്കൂ, മനസ്സിലായോ? സെൽഫ് ലവിൻ്റെ ഇമ്പോർട്ടൻസ് ആ കാർമിക്സ് നമുക്ക് കാണിച്ചു തരും. നീ നിന്നെ സ്നേഹിക്കുക, അതിനോടൊപ്പം ചുറ്റുള്ളവരെല്ലാം സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? ഡിറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ട് അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക. അതായത് നമുക്ക് നീ എൻ്റെതാണ് അത് പാടില്ല. ഇപ്പോൾ പല ഫാമിലിയിലും ഇഷ്യൂസ് വരുന്നതിൻ്റെ ഒന്നാമത്തെ ഘടകം അതാണ് അല്ലേ? നമ്മളെല്ലാവരും കേൾക്കണതാണ് അമ്മായിയമ്മ പോര് എന്നൊരു സംഭവം. അവിടെ എന്താണ്? എൻ്റെ മോൻ. ഈ എൻ്റെ മോൻ ഒരു സോളാണെന്നും അവനൊരു പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ലൈഫ് ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ഈ അമ്മയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ പ്രശ്നം വരില്ല. അതേപോലെ കല്യാണം കഴിഞ്ഞ് വരുന്ന ആ പെൺകുട്ടി ഇവർ ഒരമ്മയുടെ മകനാണ്, അവരോടും ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരില്ല അല്ലേ? ഒരു പരിധി വരെ നമുക്ക് ഒപ്പിക്കാൻ പറ്റും, പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും. പക്ഷെ എന്തിനാണ് ഇവിടെ ഈ ട്രിഗറിങ് വരുന്നത്? നമുക്ക് സ്വയം പഠിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. മേ ബി നമ്മൾ ഇമോഷണലി സ്ട്രോങ് ആവാനായിരിക്കും, മെൻ്റലി സ്ട്രോങ് ആവാനായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ പവർ വർദ്ധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടായിരിക്കും, സെൽഫ് ലവിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതിനാണ് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ചില കേസുകൾ നമുക്കിപ്പം ഓരോ സോൾ കോൺട്രാക്റ്റ് എടുത്ത്, എല്ലാം സോൾ കോൺട്രാക്ട്സ് ആണ്. ഈവൻ നമ്മുടെ ഈ ഇൻ്റർവ്യൂ പോലും ഒരു സോൾ കോൺട്രാക്റ്റ് ആണ്. നേരത്തെ വിധിക്കപ്പെട്ടിട്ടുണ്ടാവും. രാഹുൽ തന്നെ വരണം എന്നെ ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു സോൾ കോൺട്രാക്റ്റിൻ്റെ ബേസിലാണ് നമ്മുടെ ലൈഫിൽ എത്ര ആളുകൾ വന്നു പോകുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ടീനേജ് കാലം തൊട്ടിട്ട് അന്നുള്ള അതേ പ്രണയത്തിലുള്ള ആളുമായിട്ടാണോ നമ്മൾ കല്യാണം കഴിച്ചിട്ടുള്ളത്? അല്ല. നമുക്ക് പലപ്പോഴും അഫെക്ഷൻ തോന്നും അല്ലേ, അട്രാക്ഷൻ തോന്നും, ക്രഷ് തോന്നും. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ക്രഷ് തോന്നും. അപ്പം അത് തോന്നുന്നു. ചിലപ്പോൾ അതൊരു 2 weeks ഉള്ള പ്രണയമായിരിക്കും. ആ കോൺട്രാക്ട് എത്രയേ ഉള്ളൂ. ചിലപ്പോൾ 2 months ആയിരിക്കാം, ചിലപ്പോൾ 2 years ആയിരിക്കാം, ചിലപ്പോൾ 6 years 10 years ആയിട്ട് വലിയൊരു ബ്രേക്കപ്പിലേക്ക് പോകുന്ന പ്രണയങ്ങളില്ലേ? അതിലൂടെ ആൾ ഡിപ്രഷനിലേക്ക് പോവുക, അല്ലെങ്കിൽ സൂയിസൈഡിലേക്ക് പോവുക. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? കാരണം ആ സോൾ കോൺട്രാക്റ്റ് അത്രയേ ഉള്ളൂ, അത്രയും കാലാവധി അതിന് കൊടുത്തിട്ടുള്ളൂ. അത്രയും കാലാവധി ഈ 2 സോൾസും തന്നെയാണ് എടുക്കുന്നത്. അവർ തമ്മിലാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. സോ അത് കഴിഞ്ഞാൽ, ആ സോൾ കോൺട്രാക്റ്റ് കഴിഞ്ഞാൽ പിന്നെ അത് ലൈഫിൽ നിൽക്കില്ല. ഇപ്പോൾ ഡിവോഴ്സിൻ്റെ കേസ് എടുത്ത് നോക്കൂ. ഇപ്പോൾ ചിലവർ കല്യാണം കഴിഞ്ഞിട്ട് 2 months ആയിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ 1 week ആ പെൺകുട്ടി അയാളുടെ വീട്ടിൽ ജീവിച്ചിട്ടുണ്ടാവുള്ളൂ. അത്രയും സോൾ കോൺട്രാക്റ്റ് ഉള്ളൂ. പിന്നെ കോടതിയിലാണ് 2 മാസം അല്ലെങ്കിൽ 6 മാസം കൊണ്ട് ഡിവോഴ്സ്ഡായി, 2 വേറെ കല്യാണം കഴിച്ച് സുഖസുന്ദരമായിട്ട് ജീവിക്കും. അപ്പം ആദ്യത്തെ ലൈഫിലുള്ള ഒരു കോൺട്രാക്റ്റ് ബാക്കി ഉണ്ടാവും. അതായത് ഇങ്ങനെയൊരു സോൾ ഇവിടെ വരണം, വിവാഹം കഴിക്കണം എന്നുള്ളത് ഉണ്ടാവും. അവർ കല്യാണം കഴിക്കും, സെപ്പറേറ്റഡ്. അതേപോലെ തന്നെയാണ് പ്രണയത്തിൻ്റെ കേസിനും വരുന്നത്. അപ്പോൾ ഈ ബ്രേക്കപ്പ് ആയ ആൾക്കാരാണ് കൂടുതൽ എന്നെ വിളിക്കാറുള്ളത്. അവളില്ലാണ്ട് പറ്റില്ല, അവനില്ലാണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറയും, അതൊരു കാർമിക്സ് ആണോ നിങ്ങൾ നോക്കുക. കാർമിക്സ് ആണെങ്കിൽ നിങ്ങൾ വീണ്ടും തിരിച്ച് വിളിക്കരുത്. കാരണം ഇവർ ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും.